ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണം ഊർജിതം. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. ബിജെപിയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിൽ 3 റാലികളിൽ പങ്കെടുത്തു. ബിജെപി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഹിമാചൽ പ്രദേശിലെ ഷിംല മണ്ഡലത്തിൽ 2 ഇടങ്ങളിൽ റാലികളിൽ സംസാരിച്ചു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ബീഹാറിലെ സാസാറാമിൽ തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. റേമൽ ചുഴലിക്കൊടുങ്കാറ്റ് ഇന്ന് അർദ്ധരാത്രിയോടെ കൂടുതൽ ശക്തി പ്രാപിച്ച് അതിശക്തമായ കൊടുങ്കാറ്റായി മാറുമെന്ന മുന്നറിയിപ്പ്. പശ്ചിമബംഗാളിലെ സാഗർ ദ്വീപിനും ബംഗ്ലാദേശിലെ ഖേപ്പുപാരയ്ക്കുമിടയിലാകും ചുഴലിക്കാറ്റ് കരതൊടുക. ചുഴലിക്കൊടുങ്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമെന്ന് നാവികസേന അറിയിച്ചു. മരുന്നുകളും മറ്റ് അടിയന്തര അവശ്യ വസ്തുക്കളുമായി 2 കപ്പലുകൾ നാവികസേന തയ്യാറാക്കിയിട്ടുണ്ട്. സീ കിങ്, ചേതക് ഹെലികോപ്റ്ററുകൾ, ഡോർണിയർ വിമാനങ്ങൾ എന്നിവയും കർമ്മരംഗത്തുണ്ട്. സമഗ്രമായ സഹായങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്നതിനായി പ്രത്യേക ഡൈവിംഗ് സംഘങ്ങളും കൊൽക്കത്തയിലും വിശാഖപട്ടണത്തും സജ്ജമാണ്. റേമൽ ചുഴലിക്കൊടുങ്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിൽ 8 ലക്ഷത്തോളം പേരെ കരുതൽ വേണ്ടിയിടങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചു. രാജ്യത്തിന്റെ തീരപ്രദേശത്തുടനീളമുള്ള 4000 ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ സന്നദ്ധ പ്രവർത്തകരെ വിന്യസിച്ചതായി അധികൃതർ അറിയിച്ചു. ഡൽഹിയിൽ കുട്ടികളുടെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ച് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേന. വിവേക് വിഹാറിലെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 6 നവജാത ശിശുക്കൾക്ക് ജീവൻ നഷ്ടമായിരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റു. രാജ്കോട്ടിൽ അമ്യൂസ്മെന്റ് പാർക്കിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ ഗുജറാത്ത് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. കേസ് നാളെ പരിഗണിക്കും. TRP ഗെയിം സോണിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 27ആയി. വെൽഡിംഗ് തൊഴിലാളികളുടെ അശ്രദ്ധ തീപിടുത്തത്തിന് കാരണമായെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് സ്ഥലം സന്ദർശിച്ച ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സിംഗ്വി പറഞ്ഞു. ഗുജറാത്തിലും ഡൽഹിയിലുമുണ്ടായ ദാരുണമായ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതം നൽകുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ സബ് കളക്ടർ സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പി. രാജീവ്. ഏത് രാസപദാർത്ഥമാണ് വെള്ളത്തിൽ കലർന്നതെന്ന് വ്യക്തമായാൽ ആ രാസമാലിന്യം പുറത്തുവിടുന്ന കമ്പനിയെ കണ്ടെത്തും. സബ് കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ചേരും. മത്സ്യ കർഷകർക്കുണ്ടായ നഷ്ടം കൂടി പരിഗണിച്ച് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് ശാശ്വത പരിഹാരമാണ് ലക്ഷ്യമിടുന്നതെന്നും ശ്രീ പി. രാജീവ് പറഞ്ഞു. ബാർ കോഴ വിഷയത്തിൽ ബാർ ഉടമകളെ മാത്രം കുറ്റപ്പെടുത്തി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് കേന്ദ്ര സഹമന്ത്രി വി. മുരളീധരൻ. മദ്യനയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടില്ലെന്ന എക്സൈസ്, ടൂറിസം മന്ത്രിമാരുടെ പ്രസ്താവനകൾ കള്ളമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശനും ആരോപിച്ചു. അതേസമയം സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് ഈ മാസം 21-ന് ടൂറിസം ഡയറക്ടർ വിളിച്ചു ചേർത്ത യോഗം സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ടതോ ബാർ ഉടമകളുടേത് മാത്രമായുള്ളതോ അല്ലെന്ന് ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. ദീർഘകാലമായി ടൂറിസം രംഗം നേരിടുന്ന പ്രശ്നങ്ങളാണ് യോഗത്തിൽ പങ്കെടുത്ത ടൂറിസം മേഖലയിലെ വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലുള്ളവർ ഉന്നയിച്ചതെന്നും അവർ വ്യക്തമാക്കി. 4 വർഷ ബിരുദ കോഴ്സ് പ്രവേശനവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടി മന്ത്രി ആർ. ബിന്ദു നാളെ ഉദ്ഘാടനം ചെയ്യും. വളാഞ്ചേരി MES KVM കോളേജിലാണ് സംസ്ഥാനതല പരിപാടിക്ക് തുടക്കമാകുന്നത്. 4 വർഷ ബിരുദ കോഴ്സ് പ്രവേശനത്തിനായുള്ള ഒരുക്കങ്ങൾ സർവകലാശാലകൾ അതിവേഗം പൂർത്തിയാക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ 45ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യം ലോക വിജ്ഞാനത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ആയുർവേദമെന്ന് മന്ത്രി സൂചിപ്പിച്ചു. പൊതുജനങ്ങളിലേക്ക് ആയുർവേദത്തിന്റെ നന്മകൾ എത്തിക്കുന്നതിൽ നാം ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. വിശുദ്ധ നഗരമായ മക്കയിലേക്ക് ചരിത്രത്തിലാദ്യമായി അതിവേഗ ട്രെയിനിൽ യാത്ര ചെയ്ത ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർ. മണിക്കൂറിൽ 300 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ട്രെയിൻ സർവീസ് ജിദ്ദയ്ക്കും മക്കയ്ക്കുമിടയിലുള്ള യാത്രാസമയം പകുതിയായി കുറയ്ക്കും. ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം 32,000 തീർത്ഥാടകർ ഈ വർഷം ട്രെയിൻ സേവനം പ്രയോജനപ്പെടുത്തുമെന്നാണ് കരുതുന്നത്. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ തിളങ്ങി ഇന്ത്യ.
മികച്ച നടി ഉൾപ്പെടെ 2 സംവിധായകരും 1 ഛായാഗ്രാഹകനും ലോകത്തിലെ പ്രമുഖ ചലച്ചിത്രമേളയിൽ അവാർഡുകൾ നേടിയത് ഇന്ത്യയ്ക്ക് അഭിമാന മുഹൂർത്തമായി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.